നമസ്കാരം. മലപ്പുറം വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്ന സ്വന്തം ഭാര്യയുടെ പ്രസവം ഭർത്താവ് തന്നെ വീട്ടിലെടുക്കുകയാണ്. അതിനിടയിൽ അവർ രക്തസ്രാവം മൂലം മരണപ്പെട്ടു. അതിനുശേഷം അത് പുറത്തറിഞ്ഞപ്പോൾ വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ അവർ ഇപ്പോഴും അത് ചെയ്തത് തെറ്റാണെന്ന് സമ്മതിച്ചിട്ടൊന്നുമില്ല. അതെന്തോ വലിയൊരു ക്രെഡിറ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഭർത്താവ് സിറാജുദ്ദീൻ എന്നാണ് പേര്, 38 വയസ്സ്, പറയുന്നുണ്ടായിരുന്നു. പോലീസിനോടടക്കം അല്ലെങ്കിൽ ആ വീട്ടുകാരോടക്കം പറയുന്നുണ്ടായിരുന്നത്. ഇപ്പോഴിതാ വീണ്ടും ഇപ്പോൾ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയിട്ട് ഭാര്യയെ വേർപ്പെടുത്തി. എന്നാൽ സ്വർണ്ണമൊക്കെ വേണം, ഈ ഫോൺ വിളിച്ചിട്ട് മുത്തലാഖ് ചൊല്ലി ഭാര്യയെ വേർപ്പെടുത്തി എന്ന് പറഞ്ഞ ഒരു വാർത്തയും മലപ്പുറം വേങ്ങരയിൽ നിന്നാണ് പുറത്തു വരുന്നത്. ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളിപ്പോഴും ഇത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും. കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നു. അതിനുശേഷം അവർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അജണ്ടകളിൽ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെയായിരുന്നു ഈ മുത്തലാഖ് ഒഴിവാക്കുക എന്നുള്ളത്. മുത്തലാഖ് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്, ഒരിക്കലും ഒരു ഭാഗത്തെ ആക്ഷേപിക്കുകയല്ല. എന്നിരുന്നാൽ പോലും സാധാരണഗതിയിൽ നമുക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് ഉണ്ട്, ഹിന്ദു മാരേജ് ആക്ട് ഉണ്ട്, അതുപോലെ പല രീതിയിൽ നമ്മൾ വിവാഹം കഴിക്കാറുണ്ട് അവരുടെ ഇത് വെച്ചിട്ട്. അപ്പോൾ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിന് കോടതി കയറി ഇറങ്ങുക, കേസ് ഹിയറിംഗ് മാറ്റിവെക്കുക, ഡിവോഴ്സിനായിട്ട് വർഷങ്ങളോളം നടക്കുക, മ്യൂച്വൽ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേഗത്തിൽ നടക്കും, 1 വർഷത്തിനുള്ളിൽ തന്നെ കാര്യം ശരിയായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം നടക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നമുക്ക് അനുഭവമുള്ളതാണ്. എന്നാൽ മുത്തലാഖിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നേരിട്ടോ ഇതുപോലെ ഫോണിലൂടെയോ 1-ാം തലാഖ്, 2-ാം തലാഖ്, 3-ാം തലാഖ്, മുത്തലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ഭാര്യയായിട്ടുള്ള ഒരു ബന്ധവുമില്ല, അതൊക്കെ വേർപെട്ടു, ഇനി നിനക്ക് എൻ്റെ മേലൊരു അവകാശവും ഇല്ല എന്ന് പറയുന്നൊരു വ്യവസ്ഥയാണ്. അതും പുരുഷന്മാർക്കുള്ളൊരു പ്രിവിലേജാണ്. അതാണ് അതിൻ്റെ ഒരു മഹത്തരമായൊരു വിഷയം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പ്രിവിലേജ് നമ്മുടെ സമൂഹത്തിൽ നടക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഈ നൂറ്റാണ്ടിൽ സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെതിരെ നിയമനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. പക്ഷേ ശരീഅത്ത് നിയമത്തിൽ ഇത് ശരിവെക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ശരീഅത്ത് നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് സ്ത്രീ ശരീരം, തൻ്റെ ഭാര്യയുടെ ശരീരം മറ്റുള്ളവർ കാണാൻ പാടില്ല, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളെ മറ്റാരും കാണാനോ ഇത് ചെയ്യാനോ പാടില്ല. അതുകൊണ്ടാണ് ശരീരം എന്ത് ചെയ്യുന്നത്, മറയ്ക്കുന്നത്. ഏറെ വിവാദ വിഷയമാണ്. എന്നിരുന്നാൽ പോലും അതിലെ ചില മാനുഷിക മൂല്യങ്ങൾ അല്ലെങ്കിൽ മൗലികാവകാശത്തിൽ തന്നെ പറയേണ്ട ചില സംഭവങ്ങൾ, അത് ഹനിക്കപ്പെടുന്ന ചില വിഷയങ്ങൾ കൂടിയുണ്ട്. ഒന്നാമതായിട്ട് ഈ മുത്തലാഖിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ ആ സ്ത്രീയുടെ വാദം കേൾക്കാൻ, ഇപ്പോൾ ഡിവോഴ്സുമായിട്ട് പോകുമ്പോൾ രണ്ടുപേരുടെയും വാദം കേട്ട് കൗൺസിലിംഗ് കൊടുത്ത് അതിന് ശേഷമായിരിക്കും മറ്റു നടപടിയിലേക്ക് പോകുന്നത്. ഇതിൽ ആ സ്ത്രീയുടെ വാദമൊന്നും കേൾക്കുന്നില്ല. കല്യാണം കഴിഞ്ഞ് 1.5 വർഷം അടുപ്പിച്ചാകുന്നേ ഉള്ളെന്ന് പറയുന്നു. തുച്ഛമായ ദിവസങ്ങൾ മാത്രം, 1.5 മാസത്തോളം, 45 ദിവസത്തോളം മാത്രമാണ് ഭർത്താവിൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുള്ളത്. അതിനുശേഷം പല പ്രശ്നങ്ങളുണ്ടായെന്ന് പറയുന്നു. വ്യക്തമായിട്ടുള്ള സൂചനകളൊന്നും തന്നെ കിട്ടുന്നില്ല. ഇപ്പോൾ ഈ ഭാര്യയുടെ ബന്ധുവിനോടാണ് ഫോണിൽ കൂടെ തലാഖ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഓഡിയോ ക്ലിപ്പിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഒന്ന് കേട്ടായിരുന്നു. ഭാര്യയുടെ ബന്ധുവിൻ്റെ അടുത്ത് അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് തലാഖ് കൽപ്പിച്ച് അങ്ങ് പോവുക, ഇനി ഞാനും നീയും തമ്മിൽ ഒരു ബന്ധമില്ല, നീ എവിടേക്കാ പൊക്കോ എന്നുള്ള രീതി പറയുകയാണ്. പെൺകുട്ടി പറയുന്നതനുസരിച്ചിട്ട് ഏകദേശം ഒരു 10-30 പവനോളം സ്വർണം വിവാഹം ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇയാളുടെ പക്കലാണെന്ന് പറയുന്നു. അത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. അത് ചോദിച്ചപ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ആര് തീരുമാനിക്കും? ഞാൻ തീരുമാനിക്കും. ഈ ഒരു ധാർഷ്ട്യമാണ്. അപ്പോൾ ഇതും നിർഭാഗ്യവശാൽ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. കഴിഞ്ഞ ദിവസവും ഒരു വാർത്ത വന്നിരുന്നു, അതും മലപ്പുറത്ത് തന്നെയായിരുന്നു. അത് ആലപ്പുഴ സ്വദേശിയാണ് സിറാജുദ്ദീൻ. പെരുമ്പാവൂർ സ്വദേശിനിയാണ് കൊല്ലപ്പെട്ട അസ്മ എന്ന യുവതിയുടെ 5ാമത്തെ പ്രസവമാണ്. അപ്പോൾ ഇതിനു മുമ്പ് വീട്ടുകാരോ സമീപിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്നാം പ്രസവം വരെ ആശുപത്രിയിലും മറ്റും ആയിരുന്നു. അതിനുശേഷമുള്ള പ്രസവം വീട്ടിൽ എടുക്കുന്ന ഒരു രീതിയായിരുന്നു. അതിലും സിറാജുദ്ദീൻ എത്രത്തോളം ചട്ടക്കൂടിനകത്ത് നിർത്തിയാണ് മൃഗങ്ങളെയൊക്കെ പരിപാലിക്കുന്ന പോലെയായിരുന്നു ആ സ്ത്രീയെ വളർത്തിയിരുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാര്യം അവർക്ക് മറ്റ് സ്വാതന്ത്ര്യമില്ലായിരുന്നു, പുറത്തു പോകാൻ ഉള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. ആകെ അവർ പുറത്തിറങ്ങി കണ്ടിട്ടുള്ളത് കുട്ടികളെ സ്കൂളിലാക്കാൻ പോകുമ്പോഴാണ്. അയൽവക്കക്കാരുമായിട്ട് സംസാരമില്ലായിരുന്നു, മിണ്ടാട്ടം ഇല്ലായിരുന്നു, ഉരിയാട്ടം ഇല്ലായിരുന്നു, അവർക്ക് ജോലിയില്ല. അപ്പോൾ 24 മണിക്കൂർ എന്ത് ചെയ്യുകയാണ്, ഒരു മുറിക്കൂർ തടവറയിൽ തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ജനുവരി മാസത്തിലോ മറ്റോ ആശാ വർക്കർമാർ വീട്ടിലെത്തിയിരുന്നു. അപ്പോൾ പോലും വീടിന് വെളിയിൽ വരാതെ ജനലിൽ കൂടെയാണ് മറുപടി പറഞ്ഞത്. അത് പറഞ്ഞ മറുപടി എന്താ? പ്രഗ്നൻ്റ് അല്ല എന്നുള്ളത്. ഉറപ്പായിട്ടും അവരുടെ താല്പര്യം അല്ലത്. അത് സിറാജുദ്ദീൻ തന്നെ നിർബന്ധിച്ച് പറയിപ്പിച്ചാണെന്നുള്ളത് മനസ്സിലാകാം. ഇനി മടവൂർ കാഫില എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. ഇപ്പം ഇസ്ലാം മതവിശ്വാസികൾക്കിടയിൽ, എല്ലാവർക്കും ഇടയിലല്ല, ഒരു വിഭാഗം ആളുകൾക്കിടയിൽ വലിയ പ്രചാരം കിട്ടിയ ഒരു ചാനലാണ്. ഏകദേശം 65,000-ലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ്. എന്നാൽ ഈ ചാനലിലൂടെ എന്താ പുറത്തുവിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുട്ട കോഴിയെ പറപ്പിക്കും, മരിച്ചവരെ പുനർജീവിപ്പിക്കും, അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും
ഈവിൾ പ്രാക്ടീസസും എന്തൊക്കെയാണോ അതിനെക്കുറിച്ചുള്ള പ്രൊമോഷനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കൊടുക്കുന്ന ആരാണ്? ഈ സിറാജുദ്ദീനാണ്. സിറാജുദ്ദീൻ സ്വയമേ പറയുന്നുണ്ട് അക്യുപഞ്ചർ ബിരുദം പാസ്സായ വ്യക്തിയാണ്, ഭാര്യയും അത് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അതിനെക്കുറിച്ചുള്ള തെളിവുകളൊന്നുമില്ല. ഇയാൾ പറഞ്ഞ അനുസരിച്ചാണ്, ഇയാൾ അവിടെ നാട്ടുകാരെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത്രയും കാലം താമസിച്ചതെന്നുള്ളതും വ്യക്തമാണ്. ഇയാൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതുപോലെ ചിലയിടത്ത് പോയി നടത്തുന്ന പ്രഭാഷണം, അതിലൂടെ കിട്ടുന്ന വരുമാനമാണ്. ഇയാൾ എന്തൊക്കെയോ മദ്രസയിലെ അധ്യാപകൻ എന്ന് പറഞ്ഞിട്ടാണ് മലപ്പുറത്ത് താമസിച്ചത്. അതും കാസർഗോഡുള്ള ഒരു സ്ഥാപനത്തിലെ അധ്യാപകൻ എന്നാണ് പറഞ്ഞത്, മതാധ്യാപകൻ. എന്നാൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വരുന്നില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞതിൽ പകുതി കള്ളവും പകുതി ഇയാളുടേതായിട്ടുള്ള ന്യായങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, പ്രത്യേകിച്ചും മതവിശ്വാസത്തിൽ ഇത് ചെയ്യാൻ, മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഭരണഘടന അതിനുള്ള അവകാശം നമുക്ക് തരുന്നുണ്ട്. അത് മറ്റൊരാളെ ഹനിക്കുന്ന രീതിയിലോ മറ്റൊരാളെ വിഷമിപ്പിക്കുന്ന രീതിയിലോ ഉള്ള, എനിക്കെൻ്റെ മതം, എൻ്റെ വിശ്വാസം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് വിശ്വസിക്കാം, അത് അടിച്ചേൽപ്പിക്കാനായി പോകരുത്. അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ മാത്രമേ എല്ലാവരും ജീവിക്കാവൂ എന്ന് വാശി പിടിക്കുകയും ചെയ്യരുത്. ഇവിടെയൊക്കെ സംഭവിച്ചിരിക്കുന്ന വിഷയങ്ങൾ അതാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിയായിട്ട് പ്രശ്നമുണ്ടായി, ഡിവോഴ്സ് വേണം, ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല, വിവാഹബന്ധം വേർപെടുത്തണം. ഓക്കെ, അതിന് മാർഗമുണ്ട്, നിയമപരമായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. നിയമപരമായി കല്യാണം കഴിക്കുമ്പോൾ അത് നിയമപരമായി തന്നെ വേർപെടുത്തുക എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ്. അതിനെതിരായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ പേരിൽ എന്ത് ധാർഷ്ട്യം കാണിക്കാനും എന്ത് അഹങ്കാരം കാണിക്കാനുമുള്ള ഒരു ലൈസൻസായി ഇതിനെ ഉപയോഗിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ പ്രാദേശികപരമായിട്ടുള്ളതും മതപരമായിട്ടുള്ളതുമായിട്ടുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ഇതൊക്കെ കാരണമായേക്കും. ഈ ഒരു സംഭവം വന്നതോടുകൂടിയാണ്, നേരത്തെ തന്നെ മലപ്പുറം വിവാദം പലതവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ BJP മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞ വിവാദപരമായിട്ടുള്ളൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ളത് മതസ്പർദ്ധ വളർത്തുന്ന വിഷയങ്ങളായിട്ടോ അല്ലെങ്കിൽ പ്രാദേശികമായി ചില ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന സംഭവങ്ങളുമായിട്ടൊക്കെ നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. പക്ഷേ ഈ വിഷയങ്ങൾ ഇതിപ്പോൾ അടുത്തടുത്തായി ഇങ്ങനെയുള്ള ചില വാർത്തകൾ വരുമ്പോൾ ആ നാടിനെ തന്നെ കളങ്കപ്പെടുത്താനും ആ ഒരു സമുദായത്തെ തന്നെ മോശകരമായി ചിത്രീകരിക്കാനും ഒക്കെ തന്നെ കാരണമാവും. നേരത്തെ തന്നെ സിറാജുദ്ദീനെ ചില മതപണ്ഡിതരൊക്കെ വിലക്കിയിരുന്നു. ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ഈ ചെയ്യുന്നത് മൂലം നീ സമുദായത്തെ തന്നെയാണ് പറയിപ്പിക്കുന്നത്, ഇത് മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞാൽ അത് കേൾക്കാതെ അതിനപ്പുറത്തേക്ക് ഉള്ളൊരു വിശ്വാസത്തിൽ അർപ്പിച്ചാണ് ഇയാൾ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇയാൾ ഒരിക്കലും വിശ്വാസത്തിന് പുറത്തേക്കല്ല, വിശ്വാസത്തിനകത്ത് തന്നെ ചില മാനങ്ങൾ കൽപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെയുള്ളവരെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി സമുദായം തന്നെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലൊരു വളരെ വിചിത്രമായിട്ടൊരു വാദമായിരുന്നു. ഒരു പൂവ്, മറിയം പൂവ് എന്ന് പറയുന്ന ഒരു പൂവുണ്ട്. അത് ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അത് ഞാൻ നോക്കിയിരുന്നത് ആമസോണിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും, ഓൺലൈൻ വാങ്ങാൻ കിട്ടും. അതിന്റെ പൂവ് അത് ഉണങ്ങിയിട്ട് തന്നെയായിരിക്കും. അത് എന്നിട്ട് വെള്ളത്തിലിട്ടിട്ട് കട്ടിലിന്റെ അടിയിൽ, ഈ ഗർഭിണിയായിട്ടുള്ള യുവതി കിടക്കുന്ന കട്ടിലിന്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖപ്രസവമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പെയിൻ തുടങ്ങുന്ന സമയത്ത് അത് കുടിപ്പിച്ചാൽ മതി എത്ര. അങ്ങനെ ഒരു വിചിത്രവാദം കൂടി ഈ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ആളുകൾ എത്ര മണ്ടന്മാരായി മാറുന്നു എന്നുള്ളത്. ഇപ്പോൾ പണ്ട് പറയും പ്രസവ വേദന അല്ലെങ്കിൽ 9 മാസം പെറ്റ നോവ് എന്നൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ പറയാറുണ്ടല്ലോ, വയറ്റ് ചുമന്നതിൻ്റെ കാര്യങ്ങളുമൊക്കെ. അത് വേദനയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ വൈദ്യശാസ്ത്രം ഒട്ടനവധി പുരോഗമിച്ചപ്പോൾ വേദനയില്ലാതെ പ്രസവം എടുത്തു കൊടുക്കുന്ന ആശുപത്രികളുണ്ട്. വേദനയില്ലാതെ പ്രസവം എടുക്കാൻ പറ്റും. അതും നോർമൽ ഡെലിവറിയാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ വേദനയില്ലാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജി പരമായും അല്ലാതെ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള പുരോഗതി കൈവരിച്ച നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളും ഇതുപോലെ കട്ടിലിനടിയിൽ പൂവ് തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ വേദന മാറും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വിശ്വസിക്കുക എന്ന് പറയുന്നത് വളരെ മണ്ടത്തരമാണെന്നാണ് പറയേണ്ടത്. ഇനി ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാന കാര്യം, ഒരു കുറച്ചെങ്കിലും ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, അമിതമായി രക്തം വാർന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. നമ്മൾ മരണപ്പെടും, ഉറപ്പായും തീർച്ചയായും മരണപ്പെടും. ഇവിടെ 9 മണിക്കോ മറ്റോ ആണ് 6 മണിക്ക് പ്രസവിച്ചു, 9 മണിക്ക് മരണപ്പെട്ടു, 12 മണിക്ക് വീട്ടിൽ അറിയിച്ചു. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 3 മണിക്കൂർ ഗ്യാപ്പ് പറയുന്നു. ഇപ്പോൾ 6 മണിക്ക് പ്രസവിച്ച സമയത്ത് ശരി, പ്രസവം നല്ല രീതിയിൽ എടുക്കാനായി അയാൾക്ക് പറ്റി, അവിടെ നിൽക്കട്ടെ, അത് ശരിയാണെന്ന് ഒരിക്കലും പറയുമല്ലോ. അതിനുശേഷം രക്തസ്രാവം ഉണ്ടാകുന്നു, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഇയാൾക്ക് അപ്പോൾ എടുത്ത് ആശുപത്രി കൊണ്ടുപോയിക്കൂടായിരുന്നു. ആശുപത്രി കൊണ്ടുവരുന്നെങ്കിൽ ഉറപ്പായി രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഈ 3 മണിക്കൂർ രക്തം വാർന്ന് വേദന സഹിച്ച് കടിച്ചു പിടിച്ചാണ് ആ പെൺകുട്ടി മരിച്ചിരിക്കുന്നത്. ക്രൂര കൊലപാതകമാണ്. ഒരിക്കലും അത് പരിചരണമല്ല, ശുശ്രൂഷയല്ല കൊടുത്തിരിക്കുന്നത്, കൊലപാതകം തന്നെയാണ്. ഉറപ്പായിട്ടും അവന് കടുത്ത ശിക്ഷയാണ് കൊടുക്കേണ്ടത്. അതൊന്ന് ആലോചിച്ച് നോക്കുക. ആ പിഞ്ച് കുഞ്ഞുങ്ങൾ, 4 കുഞ്ഞുങ്ങൾ ആ വീട്ടിലുണ്ട്. അതിൽ മൂത്ത മകനാണെങ്കിൽ അമ്മയ്ക്ക് വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. അവൻ അറിയത്തില്ല എന്ത് ചെയ്യണമെന്നുള്ളത്. 10-14 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളാണ് അതെല്ലാം. അപ്പോൾ ഈ പ്രസവത്തിലൊക്കെ തന്നെ ഇനി ഇത്രയധികം പ്രസവങ്ങൾ എടുത്തപ്പോൾ ഏത് രീതിയിലാണ് ഇയാൾ പരിചരിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ.
ഇത്തരത്തിലുള്ള പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇത്രയും കാലം വേദന കടിച്ചമർത്തി തന്നെയായിരിക്കും ആ പെൺകുട്ടി മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഈ സംസ്ഥാനത്ത് നമ്മുടെ ആരോഗ്യവകുപ്പൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കുന്നതുകൊണ്ടായിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ മാതൃശിശുമരണ നിരക്ക് വളരെ കുറവാണ്. പക്ഷെ അതിനിടയിലാണ് ഇങ്ങനത്തെ ഓരോ തലവേദനകൾ. ഞാൻ ഒരു കണക്കൂടെ പറയാം. അതായത് കേരളത്തിൽ 2021 മാർച്ച് മുതൽ 2024 മാർച്ച് വരെ, ഈ വർഷമുള്ള കണക്കല്ല ഞാൻ പറയുന്നത്, ഇതിൽ കഴിഞ്ഞ വർഷത്താണ് 523 വീട്ടുപ്രസവങ്ങൾ നടന്നു എന്നാണ് കണക്കുള്ളത്. അതായത് ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ വെച്ച് നടന്നിട്ടുള്ള പ്രസവങ്ങൾ. ഇതിനിടയിൽ ആദിവാസി യുവതികളൊക്കെ തന്നെ വരും വഴിയിൽ പ്രസവിക്കുന്ന സംഭവങ്ങളും വീടിനുള്ളിൽ പ്രസവിക്കേണ്ട സംഭവങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. അതിന് അവർക്ക് അവരുടേതായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. ഒന്ന് വാഹനം കിട്ടുന്നില്ല, പിന്നൊന്ന് പെട്ടെന്ന് അടുത്തുള്ള പരിചരണ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാരണങ്ങളുണ്ട്. അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതിന് ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടുക്കി, വയനാട് പോലെയുള്ള ജില്ലകളിലൊക്കെ നടക്കുന്നുണ്ട്. കാരണം അവിടുത്തെ ഭൂപ്രകൃതി വെച്ച് നോക്കുമ്പോൾ അതാണ്. പക്ഷേ ഈ മലപ്പുറത്തൊക്കെ എന്താ, മലപ്പുറത്തെ മാത്രം കണക്ക് നോക്കുകയാണെങ്കിൽ ഈ 523 253 പ്രസവങ്ങൾ സംഭവിച്ചിരിക്കുന്ന മലപ്പുറത്താണ്. ഏറ്റവും അടുത്ത് പുറത്തു വന്ന ഒരു കണക്കാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു പ്രക്രിയ, ഒരു എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു കുഞ്ഞിന് ജീവൻ കൊടുക്കുക എന്ന് പറയുന്നത് അത്രയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോൾ ഇത് ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും ഒരുപാട് തയ്യാറെടുപ്പുകളും അതിൻ്റേതായിട്ടുള്ള തിക്തഫലങ്ങളും അതിനുശേഷം സംഭവിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് ഇത്രയും കെയർലെസ്സായി, ഒട്ടും തന്നെ ശ്രദ്ധ ചെലുത്താതെ, ഒട്ടും തന്നെ സ്നേഹമില്ലാതെ ഇങ്ങനെയൊക്കെ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഇതല്ല, മനുഷ്യ മനസാക്ഷിയെ സംബന്ധിച്ച് അത് നീതീകരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. ഉറപ്പായിട്ടും അതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുക, അതിനുവേണ്ടി കടുത്ത ശിക്ഷ കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതിൽ നിന്ന് ഒരു പരിധിവരെയെങ്കിലും ഇവരെയൊക്കെ പിന്തിരിപ്പിക്കാനായി സാധിക്കും. ഞാൻ പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്താണെങ്കിൽ ഇപ്പോൾ ഈ ഭർത്താക്കന്മാർക്കടക്കം ഡെലിവറി റൂമിൽ കയറാം. അതിനുവേണ്ടി നമ്മുടെ സർക്കാർ കൊണ്ടുവന്നാണ് ഈ ബർത്ത് കമ്പാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി. അതിനനുസരിച്ച് നമുക്ക് ഭർത്താവിനോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ വേണമെങ്കിൽ സർക്കാർ ഹോസ്പിറ്റലാണെങ്കിലും ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും നമുക്ക് കൂട്ടിന് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ യുവതി ആവശ്യപ്പെടുകയാണെങ്കിൽ കൊണ്ടുവരാം. അപ്പോൾ ഈ പണ്ട് ഈ വീട്ടിലൊക്കെ പ്രസവിക്കുമ്പോൾ നമ്മൾ പറയും നമ്മുടെ ബന്ധുക്കൾ അടുത്തുണ്ടല്ലോ എന്നുള്ളത്. ഇന്ന് അതുപോലും വേണ്ട. ഇന്ന് ഹോസ്പിറ്റലുകളിലും ഇന്ന് അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് കാണുമ്പോഴാണ്. ഇപ്പോഴത്തെ കോഴിക്കോട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവും കൂടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഭാര്യയുടെ പ്രസവം എടുത്തതിന് ശേഷം ഭർത്താവ് വളരെ അഭിമാനത്തോടു കൂടി വന്ന് പറഞ്ഞിരുന്നു. ഈ അടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കോഴിക്കോട് 2 ഭാര്യയും ഭർത്താവും കൂടെ വന്നിട്ട് ഭാര്യയുടെ പ്രസവം എടുത്തു. അതിനുശേഷം ഈ പൊക്കിൾ കൂടി കട്ട് ചെയ്യാനായിട്ട് പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി ബ്ലേഡ് എടുത്തിട്ട് വന്നു, ഞാനത് മുറിച്ചു. വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. നമ്മൾ ഇത്രയും ഡോക്ടേഴ്സൊക്കെ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ, അതാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് വളരെ അഭിമാനത്തോട് കൂടിയിട്ടാണ് പറയുന്നത്. എന്നിട്ട് അവരെ ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര മനുഷ്യാവകാശ കമ്മീഷനിലൊക്കെ പരാതി കൊടുത്തപ്പോഴാണ് നമ്മളടക്കം ഈ ഒരു വാർത്ത പുറത്തറിയുന്നത്. ഇന്നും അത് വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന, ഒരുപക്ഷെ അന്ന് ആ യുവതിക്കും എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്തായിരിക്കും, നേരെ തിരിച്ചായിരിക്കും സ്ഥിതി. അപ്പോൾ 1-2 പ്രസവങ്ങൾ ഇത്തരത്തിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ അമ്മയ്ക്കും ഒരു കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട് എന്നുള്ള കോൺഫിഡൻസിലാണ് ഈ പറയുന്നവരൊക്കെ തന്നെ വീണ്ടും. ഇതൊന്നല്ല, ഇതുപോലെ പുറത്തറിയാത്ത ഒട്ടനവധി സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറയേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് സിറാജുദ്ദീൻ്റെ അതേ മനസ്ഥിതി തന്നെയാണ് ഈ മരണപ്പെട്ട അസ്മയുടെ മാതാപിതാക്കൾക്കും എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്വാഭാവിക മരണമായി കരുതി മൃതദേഹം മറവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മലപ്പുറത്ത് നിന്നും പെരുമ്പാവൂരിലേക്ക് ഈ മൃതദേഹം കയറ്റി അയച്ചതിൻ്റെ കാരണം ഇത് തന്നെയാണ്. അതായത് സിറാജുദ്ദീൻ പറയുകയാണ് പ്രസവത്തിനിടയിൽ എന്ത് സംഭവിച്ചു, മരണം സംഭവിച്ചു, ഓക്കെ ശരി, അത് കഴിഞ്ഞു, കുഞ്ഞു ജീവനോടെ ഉണ്ട്. നേരെ എന്ത് ചെയ്യുന്നു, വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. വീട്ടുകാരെന്ത് ചെയ്യുന്നു, ആ ഒരു സാഹചര്യത്തിൽ മറവ് ചെയ്യുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യാനോ മറ്റു നടപടികൾക്കോ ഒന്നും ആവശ്യപ്പെട്ടില്ല. അവിടത്തേതുപോലെ ഒരു വാക്കേറ്റം ഉണ്ടായില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അതുകൊണ്ട് അറിയപ്പെടാതെ പോകുന്ന ഒട്ടനവധി സംഭവങ്ങളുണ്ട്. ഈ കണക്കിൽ പെടാത്ത വിഷയങ്ങൾ അനവധിയാണ്. അതാണ് മറ്റൊരു സംഭവം. എന്തായിരുന്നാലും ഇതിനെതിരെ ശക്തമായൊരു നിയമനിർമ്മാണം വേണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്.